ാനുള്ളൊരു കാരണം, ഞാൻ എൻ്റെ കൊച്ചുകുട്ടികളെ ആരെയും ഞാൻ വിശ്വസിക്കത്തില്ല ഇൻവെസ്റ്റിഗേഷൻ. എന്നാൽ കോടതിയെല്ലാം അന്ധമായിട്ട് കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യും. തെറ്റും, എൻ്റെ അനുഭവത്തിൽ തെറ്റും. കാരണം അത് ഞാനെപ്പോഴും ക്ലാസ് എടുക്കുമ്പോഴല്ലാത്ത ഒരു കഥ പറയും. ഞാൻ തിരുവനന്തപുരത്ത് പോലീസ് ക്വാർട്ടേഴ്സ്, വലിയ വിസ്താരമേറിയ 1.5 ഏക്കറിനകത്തുള്ളൊരു പോലീസ് ക്വാർട്ടേഴ്സ്, പഴയ ആർക്കും വേണ്ട, പഴയ ബ്രിട്ടീഷുകാർ താമസിച്ചത്. ഞാൻ അതിൽ ഒരു 3-4 വർഷം താമസിച്ചു. 1.5 ഏക്കറുണ്ട് ടൗണിൻ്റെ നടുക്ക്. ഇന്ന് ആ PMG ജംഗ്ഷനിൽ വിജിലൻസ് ഓഫീസൊക്കെ കിടക്കുന്ന അവിടെയാണ്. അവിടെ താമസിക്കുമ്പോൾ എൻ്റെ 2 ആൺകുട്ടികളുണ്ട്. സിസിൽ നാഷണൽ പ്ലെയർ ആയിരുന്നു, ടെന്നീസ്, ഇളയവനുണ്ട്. അവിടെ നിറയെ പാമ്പുണ്ട് ആ കോമ്പൗണ്ടിന്. വൈഫിനോട് ഞാൻ പറയും, കുട്ടികളെ നോക്കിക്കോണം, പാമ്പ് വരും. അപ്പോൾ ചില ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ട് പാമ്പിനെ, ചിലത് ഞാൻ തല്ലിക്കൊന്നിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഓഫീസിൽ പോകുന്ന സബ് ഇൻസ്പെക്ടറായിരുന്നു. അന്നേരം ഞാൻ ഓഫീസിൽ പോകാനായിട്ടിരിക്കുമ്പോൾ എൻ്റെ മൂത്ത മോനെ ആ ജനലിൽ കൂടെ വെളിയിലോട്ട് നോക്കി ബ്രഷ് ചെയ്യുന്നു, പല്ല്. എന്തോ കാര്യമായിട്ട് ആലോചിക്കുകയാണ്. ഞാൻ ഇതൊക്കെ കുട്ടികളെയൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ടാകും നമുക്ക്. അപ്പോൾ ഇവനെ ഈ ജനലിൽ നോക്കി ഒരു 10 മിനിറ്റ് നിന്ന് അങ്ങോട്ട് നോക്കിയിരുന്ന് ബ്രഷ് ചെയ്യുന്നു. അത്ര അവൻ ബ്രഷ് ചെയ്യുന്ന ആളല്ല. അത് കഴിഞ്ഞ് ഓടി മമ്മിയുടെ അടുത്തോട്ട് പോയി. അവൻ പറഞ്ഞ്, മമ്മി, ഒരു പാമ്പ് ഇവൻ്റെ കാലേ കൂടെ പോയത്. മമ്മി ഓടി എന്നിട്ട് പാമ്പുള്ള സ്ഥലമാണ്, പോയിസണസ് പാമ്പുണ്ട് അവിടെ. ഞാൻ ഈ 2 കൊച്ചുങ്ങളെ എടുത്ത് കട്ടിലെ വെച്ചു, വൈഫിനെ എടുത്ത് കട്ടിലെ വെച്ച്. നമ്മുടെ പോലീസ് സ്റ്റൈലാണ്. വീടിനകത്ത് 3-4 വലിയ മുറിയാണ്. എല്ലാ മുറിയും തപ്പി, പാമ്പിനെ എങ്ങും കണ്ടില്ല. ഇടി വെട്ടുമ്പോൾ എല്ലാത്തിനും എടുത്ത് കട്ടിലെ വെക്കും, കാരണം കറണ്ട് പാസ് ചെയ്യാതിരിക്കാൻ. ഇതൊക്കെ നമ്മൾ രസിച്ച് ആസ്വദിച്ച് ജീവിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, പാമ്പില്ല മോനെ, ഇല്ല. അത് കഴിഞ്ഞ് ഇവനെ ഞാൻ മാറ്റി. ഇവൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന എൻ്റെ മനസ്സിൽ കിടന്നു. ഞാൻ അവനെ മാറ്റി നിർത്തി. അപ്പോൾ അവൻ നിന്ന് പല്ല് തേച്ചതിൻ്റെ അടുത്തൊരു ചെറിയ ബാത്റൂമുണ്ട്. അവിടെ വെള്ളം ഒഴിപ്പോൾ ഒരു കുഴി, ഒരു ചെറിയ തുളയുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാത്ത അടച്ചു വെക്കണം, അതിൻ്റെ പാമ്പ് കയറുമെന്ന്. ഇതെൻ്റെ മനസ്സിൽ, കൊച്ചു പിള്ളേരല്ലേ, അവൻ 2-3 അങ്ങോട്ട് പഠിക്കുകയാണ്. അവൻ പറഞ്ഞ്, ഞാൻ പറഞ്ഞ്, പാമ്പ് എവിടെ നിന്ന് വന്നു? അത് ബാത്റൂമിൻ്റെ തുളയക്കട വന്നിട്ട്, ഞാൻ പറഞ്ഞ വാക്കാം, തുളയക്കട വന്ന് തുറന്ന് കിടന്ന വാതിൽക്കട ഇവൻ്റെ കാലിൻ്റെ മുകളിൽ കൂടെ അങ്ങ് പോയെന്ന്. ഒരെണ്ണേ ഉള്ളോ അതോ കൂടുതലുണ്ടോ? ആ പാമ്പിൻ്റെ മുകളിൽ അതിൻ്റെ കുഞ്ഞുങ്ങളും ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വൈഫിനെ കണ്ണടച്ച് കടിച്ച് തീർന്നു, അന്വേഷണം തീർന്നു. പാമ്പില്ല. കുട്ടിയേക്കൊരു ഭാവന വരുന്നതാണ്, അതേപടി സത്യമാണ് നമുക്ക് തോന്നും. അതുകൊണ്ട് കുട്ടികളെ വിശ്വസിക്കില്ല ഞാൻ. കാരണം മക്കളായാലും ശരി, ആരായാലും ശരി, അന്വേഷണം നടത്തുമ്പം ഇതുപോലെയുള്ള കഥകൾ കയറി വരും. അതുപോലെ പല പോലീസ് ഇവിടെ പറ്റി. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറയാൻ കാരണം. ഈ 55 വയസ്സുകാരൻ അവിടെ ഒരു പാവപ്പെട്ട ഒരു വീട്ടിലെ ഒരു സ്ത്രീയായിട്ട് ആ വീട്ടിലെപ്പോഴും പോകും. അവിടെ ഒരു